ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോയ വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പം കുഞ്ഞിന് അംഗൻവാടിയിലേക്ക് കൊണ്ടുപോകാനുള്ള ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോയതാണ്. അപ്പോൾ അതിൽ മോൾക്ക് വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന സാധനങ്ങളിൽ ഞാൻ കാണിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് ടിഫിൻ ബോക്സ് വാങ്ങിച്ചത്. അപ്പം നല്ലൊരു ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ 200 രൂപ അടുത്ത് ആയിട്ടുള്ളൂ അതിന്. അപ്പോൾ അതിനുള്ളിൽ തന്നെ ചെറിയൊരു ബോക്സും കൂടി ഉണ്ട്. എന്തെങ്കിലും സ്നാക്സോ അല്ലാതെ സൈഡ് ഡിഷായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യൂലേ, സോസോ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ചെറിയൊരു ബോക്സും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഇച്ചിരി വലിയ ടിഫിൻ ബോക്സ് നോക്കിയാണ് എടുത്തത്. കാരണം കുഞ്ഞിന് ചെറിയ പാത്രമൊക്കെ ആകുമ്പോൾ കൈയിട്ട് എടുത്ത് കഴിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ തറയിലൊക്കെ തൂവ് പോകില്ലേ. അപ്പോൾ കുറച്ച് വലിയ ബോക്സാണ് നല്ലതെന്ന് തോന്നി, അങ്ങനെയാണ് കേട്ടോ അതെടുത്തത്. പിന്നെ ഒരു കോയിൻസിഡൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ എടുത്തതെല്ലാം ബ്ലൂ ആയി പോയിട്ടോ. അത് ഒട്ടും പ്രതീക്ഷിച്ചല്ല. കുഞ്ഞിൻ്റെ ബാഗ് ബ്ലൂ ആണ്, ബോക്സ് ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും എല്ലാം ബ്ലൂ ആയിട്ട് തന്നെയാണ് കേട്ടോ എടുത്തത്. നമ്മൾ പ്ലാൻ ചെയ്തൊന്നുമല്ല, അങ്ങനെ അങ്ങ് വന്നു പോയി. അപ്പോൾ അത് പിന്നെ ഞാനൊരു പെൻസിൽ ബോക്സ് വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഇപ്പോൾ എഴുതാനൊന്നും തുടങ്ങത്തൊന്നും ഇല്ല, പെൻസിലിൻ്റെ ഒന്നും ആവശ്യമില്ല, പതിയെ വരുള്ളൂ. എന്തായാലും ഷോപ്പിങ്ങിന് പോയതല്ലേ, അങ്ങനെ വിചാരിച്ചൊരു പെൻസിൽ ബോക്സ് കൊണ്ട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു സ്പേസിൻ്റെ തീമായിരുന്നേ. ടിഫിൻ ബോക്സിൽ കാറായിരുന്നു കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ വാട്ടർ ബോട്ടിലും വാങ്ങിച്ചിട്ടുണ്ടേ. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ല. വാട്ടർ ബോട്ടിലിൻ്റെ വള്ളി ഫിക്സഡ് ആണ് കേട്ടോ. അത് നമുക്ക് ഊരിയെടുക്കാൻ പറ്റത്തില്ലാത്ത ടൈപ്പാണ്. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഊരിയെടുക്കാൻ പറ്റുന്ന ടൈപ്പായിരുന്നു കുറച്ചും കൂടെ നല്ലത്. കാരണം ബാഗിലൊക്കെ വയ്ക്കുമ്പോഴേ വള്ളിയൊക്കെ കുടുങ്ങിപ്പോവോ, അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. പിന്നെ ഇത് പെട്ടെന്ന് അഴുക്കാവുകയും ചെയ്യും കേട്ടോ. വള്ളി കണ്ടിന്യൂസ് ഇട്ടുകൊണ്ട് നടക്കുമ്പോഴേ പെട്ടെന്ന് അതിൽ ചെളിയും അഴുക്കൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാത്തായിരുന്നു നല്ലത്. ബട്ട് ഓക്കെ, കുഴപ്പമില്ല. പിന്നെ എല്ലാം വാങ്ങിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. അതേപോലെ കുടയും വാങ്ങിച്ചേ. ഭയങ്കര സന്തോഷമായിരുന്നു. നമുക്ക് കുട ഭയങ്കര ഇഷ്ടമായിരുന്നേ. അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ചു. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഓപ്പൺ ചെയ്യാൻ പറ എന്ന് പറഞ്ഞപ്പോഴേ ഓപ്പൺ എന്ന് പറയായിരുന്നു. പെട്ടെന്ന് തുറന്നു വന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടോ. എനിക്കും ശരിക്കും നല്ല സന്തോഷമുണ്ട്. കുഞ്ഞ് സ്കൂളിൽ പോകാറായല്ലോ എന്ന് ഒരു സന്തോഷമുണ്ട്. പക്ഷേ സങ്കടമുണ്ട് കേട്ടോ. ഒത്തിരി ഇഷ്ടത്തോടെ ഞങ്ങൾ പോയി വാങ്ങിച്ചാണ് കേട്ടോ. ഞാനും ഏട്ടനും മോളും കൂടെ പോയി വാങ്ങിച്ചാണ്. ഓരോ സാധനങ്ങൾ സെലക്ട് ചെയ്തപ്പോഴും അവൾക്ക് നല്ലപോലെ ആയിരിക്കണം, നല്ലതായിരിക്കണം, എന്താ പറയുക, അവൾക്ക് ഈസിലി അത് ഉപയോഗിക്കാൻ പറ്റണം, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഒത്തിരി ഉണ്ട്. ഇതായിരുന്നു അവൾക്ക് വാങ്ങിച്ച ബാഗ് കേട്ടോ. ഇത് ഞങ്ങൾ ഇന്ന് കഴിഞ്ഞ ദിവസം പോയി വാങ്ങിച്ചാൽ അതിന് മുന്നേ തന്നെ ഏട്ടനെ ഇവൾക്ക് വേണ്ടി ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ പോയ സമയത്ത് എൻ്റെ ചേച്ചിയുടെ മോള് അംഗൻവാടി പോകുന്ന സമയത്ത് ഇവൾ ബാഗിന് എപ്പോഴും വഴക്കുണ്ടാക്കുമായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യമായിട്ട് വന്നപ്പോൾ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന ബാഗാണ്. അങ്ങനെ അത് ഞാൻ എടുത്ത് വെച്ചിരുന്നു. അംഗൻവാടിയിലൊക്കെ വിടാറാകുമ്പോഴത്തേക്കും അത് തന്നെ കൊടുക്കാമല്ലോ എന്ന് ഓർത്ത് എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ബാഗ് ഞങ്ങൾ പുതിയത് വാങ്ങിച്ചില്ല. ബാക്കി ടിഫിൻ ബോക്സും പെൻസിൽ ബോക്സും ഒക്കെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഞാനിതെല്ലാം സെറ്റ് ചെയ്തിട്ട് അവളെ ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ട് അങ്ങനെ ഇട്ട് നോക്കുന്നുണ്ട്. ശരിക്കും സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. ഇത്രയും നാൾ എൻ്റെ കൂടെ ഇരുന്ന് എപ്പോഴും 24 hours എൻ്റെ കൂടെ നടന്നിച്ചത്. അപ്പോൾ സ്കൂളിൽ പോകാറായിരിക്കുന്നു. ഇനി അടുത്ത ദിവസം കൊണ്ട് വിടുമ്പോഴാണ് സങ്കടം സഹിക്കാൻ പറ്റാത്ത. അവളൊക്കെയാണ് കേട്ടോ. അവൾ അങ്ങനെ പ്രത്യേകിച്ച് കരയുന്ന ടൈപ്പൊന്നുമല്ല. കാണാതൊക്കെ ഇരുന്നോളും, വിഷയമൊന്നുമില്ല. അങ്ങനെ വടിയിൽ ഇടയ്ക്ക് ഞങ്ങൾ അമ്പത്തും പൊടിയൊക്കെ വാങ്ങിക്കാൻ പോകുമല്ലോ, ഫുഡൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ വാങ്ങിക്കാൻ പോകുമ്പോഴൊക്കെയാണ് ഒരാൾ ഭയങ്കര കളിയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനേ മടിയാണ്. അങ്ങനെ വടിയിൽ ഒത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അവൾക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കൂട്ടുകൂടി കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ എനിക്കാണ് സങ്കടം. കുഞ്ഞിനെ കൊണ്ടിട്ടിട്ട് വന്നു കഴിയുമ്പോൾ ഞാനാണല്ലോ ഇവിടെ ഒറ്റയ്ക്ക്. അതൊരു ഫീലിങ്സ് ആണ് കേട്ടോ. അത് എല്ലാ അമ്മമാരും ഇതേ സ്റ്റേജ് കഴിഞ്ഞായിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പോൾ ഞാനും ഇപ്പോൾ ആ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നെ തൊട്ട് രാവിലെ മോളെ കൊണ്ടുപോയിട്ട് വൈകിട്ട് വരെ ഞാൻ ഒറ്റയ്ക്കാണ്. ശരിക്കും ബോറടിക്കും, സങ്കടമുണ്ട്. പക്ഷേ സാരമില്ല, വിടാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇനി ജീവിതത്തിൻ്റെ ഓരോരോ പടികൾ മുന്നോട്ട് പോകും തോറും അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ ആ ഒപ്പം തന്നെ ഒരു ഡോക്ടർ സെറ്റിൻ്റെ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ടോയ് വെച്ച് ഞങ്ങൾ കളിക്കുന്നുണ്ട്. സമയം 11:30 ആകാറായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഉറക്കമൊന്നും ഇല്ല, അത് കളിക്കാനായിട്ട് ഇരിക്കുവാണ്. അപ്പോൾ അതൊക്കെ കളിച്ചിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങിയത്.